സ്നേഹത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും പവിത്രമായ ഒരു ഉടമ്പടിയാണ് വിവാഹം. രണ്ട് വ്യക്തികൾ തങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പങ്കുവെച്ച് ഒരുമിച്ചൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ തീരുമാനിക്കുന്ന ആ നിമിഷം മുതൽ അവർ വിശ്വസ്തതയുടെ ഒരു പുതിയ ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ അതിമനോഹരമായ ഈ ബന്ധത്തിന്റെ അടിത്തറ ഇളക്കുന്ന കാഴ്ചകൾ നാം ചുറ്റിലും കാണുന്നു. ഭാര്യയും മക്കളും സമാധാനപരമായ വീടുമുണ്ടായിട്ടും സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുണ്ടായിട്ടും ചില പുരുഷന്മാർ എന്തിനാണ് മറ്റൊരു ബന്ധത്തിന്റെ നിഴലിലേക്ക് ചുവടുവെക്കുന്നത്? ഇതൊരു കേവലമായ ശാരീരിക ആകർഷണമല്ല, മറിച്ച് മനുഷ്യ മനസ്സിന്റെ വിചിത്രമായ സഞ്ചാരപഥങ്ങളും വൈകാരികമായ ശൂന്യതകളും ചേർന്നൊരുക്കുന്ന സങ്കീർണമായ ഒരു മനഃശാസ്ത്ര യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുക വഴി ആരെയും കുറ്റപ്പെടുത്താനല്ല നമ്മൾ ശ്രമിക്കുന്നത്, മറിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ അറിയാതെ വന്നുപോകുന്ന വിള്ളലുകൾ തിരിച്ചറിയാനും അവ പരിഹരിച്ച് ദാമ്പത്യം കൂടുതൽ സുരക്ഷിതമാക്കുവാനുമാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇതിന് പിന്നിൽ 9 പ്രധാന കാരണങ്ങളെക്കുറിച്ചും ആ അപകടക്കെണികളിൽ വീഴാതിരിക്കാൻ ദമ്പതികൾക്ക് സ്വീകരിക്കാവുന്ന മുൻകരുതലുകളെക്കുറിച്ചുമാണ്. ഒന്നാമത്തെ കാരണം വൈകാരികമായ ഒറ്റപ്പെടലും മനസ്സിന്റെ വിങ്ങലുകളുമാണ്. ദാമ്പത്യം വർഷങ്ങൾ പിന്നിടുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ആശയവിനിമയത്തിന്റെ അന്ത്യമാണ്. ഭർത്താവും ഭാര്യയും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ കഴിയുമ്പോഴും അവർക്കിടയിൽ ഒരു അദൃശ്യമായ മതിൽ രൂപപ്പെടുന്നു. വീട്ടിലെ ചിലവുകൾ, കുട്ടികളുടെ പഠനം, രോഗങ്ങൾ എന്നിങ്ങനെയുള്ള ഗാർഹികമായ കാര്യങ്ങൾക്കപ്പുറം തന്റെ പങ്കാളിയുടെ മനസ്സിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് തിരക്കാൻ പോലും പലർക്കും സമയം ലഭിക്കാറില്ല. തന്റെ സങ്കടങ്ങൾ കേൾക്കാനോ തന്റെ വിജയങ്ങളിൽ സന്തോഷിക്കാനോ തന്റെ ഭാര്യ കൂടെയില്ല എന്ന തോന്നൽ പുരുഷനെ മാനസികമായി തളർത്തുന്നു. ഈ വൈകാരിക ശൂന്യതയിലേക്കാണ് മറ്റൊരു വ്യക്തിയുടെ ശ്രദ്ധയോ സ്നേഹമോ കടന്നു വരുന്നത്. തന്നെ ജഡ്ജ് ചെയ്യാതെ കേൾക്കാൻ ഒരാളുണ്ട് എന്ന തിരിച്ചറിവ് അയാളെ ആ പുതിയ സൗഹൃദത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. ഇവിടെ ദമ്പതികൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹം എന്നത് പ്രകടിപ്പിക്കേണ്ട ഒന്നാണ് എന്നാണ്. ദിവസവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും മൊബൈൽ ഫോണുകളും മറ്റു തിരക്കുകളും മാറ്റിവെച്ച് പരസ്പരം സംസാരിക്കാൻ സമയം കണ്ടെത്തണം. തന്റെ പങ്കാളിക്ക് തന്നോട് എന്തു പറയാനുള്ള ഒരു സുരക്ഷിത ഇടം വീട്ടിൽ ഒരുക്കുമ്പോൾ മനസ്സിന്റെ വാതിലുകൾ പുറത്തൊരാൾക്കായി തുറക്കപ്പെടുകയില്ല. വൈകാരികമായ അടുപ്പം ദൃഢമാകുമ്പോൾ ഏത് വലിയ പ്രലോഭനത്തെയും അതിജീവിക്കാൻ ദാമ്പത്യത്തിന് കരുത്ത് ലഭിക്കും. രണ്ടാമത്തെ കാരണം അംഗീകാരത്തിന്റെ അഭാവവും മുറിവേൽക്കുന്ന പുരുഷ ഈഗോയുമാണ്. മനുഷ്യ മനഃശാസ്ത്രമനുസരിച്ച് അംഗീകാരങ്ങൾ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. പ്രത്യേകിച്ച് പുരുഷന്മാർ തങ്ങളുടെ അധ്വാനത്തെയും കഴിവുകളെയും തന്റെ പങ്കാളി വിലമതിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ വീട്ടിൽ എപ്പോഴും വിമർശനങ്ങളും പരാതികളും താരതമ്യപ്പെടുത്തലുകളും മാത്രം നേരിടേണ്ടി വരുമ്പോൾ പുരുഷന്റെ ആത്മവിശ്വാസം തകരുന്നു. താൻ ഒരു പരാജയമാണെന്നോ അല്ലെങ്കിൽ വീട്ടിൽ തനിക്ക് യാതൊരു വിലയുമില്ല എന്നോ തോന്നുന്ന ഘട്ടത്തിൽ പുറത്തൊരാൾ നൽകുന്ന ചെറിയൊരു അഭിനന്ദനം പോലും അയാൾക്ക് വലിയൊരു ലഹരിയായി മാറും. തന്നെ ബഹുമാനത്തോടെ നോക്കുന്ന, തന്റെ ചെറിയ നേട്ടങ്ങളെ പോലും പ്രശംസിക്കുന്ന ഒരാളിലേക്ക് അയാൾ അറിയാതെ ആകൃഷ്ടനാകുന്നു. ഇതൊരു തെറ്റായ വഴിയാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും മുറിവേറ്റ തന്റെ ഈഗോയെ സംരക്ഷിക്കാൻ അയാൾ ആ ബന്ധത്തെ ഉപയോഗിക്കുന്നു. ഇതൊഴിവാക്കാൻ ഭാര്യയും ഭർത്താവും പരസ്പരം പ്രശംസിക്കാൻ പഠിക്കണം. പങ്കാളി ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെപ്പോലും അഭിനന്ദിക്കാനും കുറ്റപ്പെടുത്തലുകൾക്ക് പകരം സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോൾ അവിടെ വിശ്വാസത്തിന്റെ പുതിയൊരു കോട്ട ഉയരുന്നു. ഒരാൾക്ക് വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനം അയാൾക്ക് ലോകം മുഴുവൻ നേരിടാനുള്ള കരുത്ത് നൽകുന്നു. മൂന്നാമത്തെ കാരണം വിരസതയും പുതുമയ്ക്കായുള്ള മസ്തിഷ്കത്തിന്റെ വെമ്പലുകളുമാണ്. നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റം എപ്പോഴും പുതിയ കാര്യങ്ങളിൽ നിന്ന് ആനന്ദം കണ്ടെത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇതിന് കാരണമാകുന്നത് ഡോപ്പമിൻ എന്ന ഹോർമോണാണ്. വിവാഹ ജീവിതം ഒരു യാന്ത്രികമായ ചടങ്ങായി മാറുമ്പോൾ, ദിവസവും ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ചിലരിൽ വിരസത അനുഭവപ്പെടാം. പ്രണയകാലത്തെ ആവേശം നഷ്ടപ്പെട്ടുവെന്നും ജീവിതം വിരസമാണെന്നും തോന്നുമ്പോൾ പുതിയൊരു വ്യക്തിയുമായുള്ള ബന്ധം നൽകുന്ന ആകാംക്ഷയും ഒളിച്ചു കളികളും അവർക്കൊരു വലിയ ആവേശമായി മാറുന്നു. ഇതിനെ നോവൽറ്റി സീക്കിംഗ് എന്ന് വിളിക്കാം. എന്നാൽ ഈ ആവേശം താൽക്കാലികം മാത്രമാണെന്നും
ഏതൊരു പുതിയ ബന്ധവും കുറച്ചു കഴിയുമ്പോൾ പഴയതാകുമെന്നും പലരും ചിന്തിക്കുന്നില്ല. ഈ വിരസതയെ മറികടക്കാൻ ദാമ്പത്യം എന്നും പുതുമയുള്ളതാക്കി മാറ്റണം. പങ്കാളിയോടൊപ്പം പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക, ഒരുമിച്ച് പുതിയ ഹോബികൾ കണ്ടെത്തുക, പ്രണയകാലത്തെ ഓർമ്മകൾ പുതുക്കുക തുടങ്ങിയവയിലൂടെ ആ ആവേശം വീണ്ടെടുക്കാൻ കഴിയും. മാറ്റങ്ങൾ ദാമ്പത്യത്തിന് പുറത്തല്ല, മറിച്ച് ദാമ്പത്യത്തിനുള്ളിലാണ് ഉണ്ടാകേണ്ടത് എന്ന് തിരിച്ചറിയുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരമാകും. നാലാമത്തെ കാരണം മിഡ് ലൈഫ് ക്രൈസിസ് എന്ന പ്രതിസന്ധി ഘട്ടമാണ്. പുരുഷന്മാർ തങ്ങളുടെ മധ്യവയസ്സിലേക്ക്, അതായത് 40കളിലേക്കും 50കളിലേക്കും പ്രവേശിക്കുമ്പോൾ നേരിടുന്ന വലിയൊരു മാനസിക സമ്മർദ്ദമാണിത്. തൻ്റെ യൗവനം നഷ്ടപ്പെടുകയാണോ, ശാരീരികമായ ആകർഷണീയത കുറയുകയാണോ എന്നൊക്കെയുള്ള ഭയം അവരെ വേട്ടയാടാൻ തുടങ്ങുന്നു. താൻ ഇപ്പോഴും മറ്റൊരാളാൽ ആഗ്രഹിക്കപ്പെടുന്നുണ്ടോ എന്ന് സ്വയം പരീക്ഷിക്കാനുള്ള ഒരു വഴി എന്ന നിലയിൽ ഇവർ പുതിയ ബന്ധങ്ങളെ കാണുന്നു. ഇത് യഥാർത്ഥത്തിൽ സ്നേഹത്തെക്കാൾ ഉപരിയായി സ്വന്തം അസ്തിത്വത്തെക്കുറിച്ചുള്ള ഭയാശങ്കകളെ മറികടക്കാനുള്ള ഒരു വിഫലമായ ശ്രമമാണ്. ഇത്തരം ഘട്ടങ്ങളിൽ ഭാര്യയുടെ പിന്തുണയും കരുതലുമാണ് ഏറ്റവും പ്രധാനം. പങ്കാളിക്ക് കൂടുതൽ സ്നേഹം നൽകാനും അദ്ദേഹത്തിന്റെ മാനസികമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും ഭാര്യ തയ്യാറാകണം. പ്രായം എന്നത് ശാരീരികമായ ഒരു മാറ്റം മാത്രമാണെന്നും അനുഭവങ്ങൾ നൽകുന്ന പക്വതയാണ് യഥാർത്ഥ സൗന്ദര്യമെന്നും ബോധ്യപ്പെടുന്നതിലൂടെ ഇത്തരം തെറ്റായ ചിന്തകളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാം. പരസ്പരം താങ്ങായി നിൽക്കുമ്പോൾ കാലം വരുത്തുന്ന മാറ്റങ്ങൾ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുകയേയുള്ളൂ. അഞ്ചാമത്തെ കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ജഡ്ജ്മെന്റ് ഭയവുമാണ്. വിവാഹബന്ധത്തിൽ സത്യസന്ധത പുലർത്തണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും പലപ്പോഴും ഭർത്താക്കന്മാർ തങ്ങളുടെ ആഗ്രഹങ്ങളോ പരാതികളോ ഭാര്യയോട് പറയാൻ ഭയപ്പെടുന്നു. താൻ പറയുന്നത് ഭാര്യ തെറ്റിദ്ധരിക്കുമോ, കലഹമുണ്ടാക്കുമോ, അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തുമോ എന്ന പേടി പല കാര്യങ്ങളും ഒളിച്ചു വയ്ക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെ മനസ്സിൽ കുന്നുകൂടുന്ന വികാരങ്ങൾ പങ്കുവയ്ക്കാൻ തന്നെ വിമർശിക്കാതെ കേൾക്കുന്ന മറ്റൊരു വ്യക്തിയെ അവർ കണ്ടെത്തുമ്പോൾ അവർ അവരിലേക്ക് മനസ്സ് തുറക്കുന്നു. ഇവിടെ ദമ്പതികൾക്കിടയിൽ തുറന്ന സംസാരത്തിനുള്ള സാഹചര്യം അത്യാവശ്യമാണ്. എന്ത് തെറ്റ് സംഭവിച്ചാലും, എന്ത് ആഗ്രഹം തോന്നിയാലും അത് പങ്കാളിയോട് പറയാമെന്നൊരു ഉറപ്പ് അവിടെ ഉണ്ടാകണം. കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് പങ്കാളി പറയുന്നത് പൂർണ്ണമായും കേൾക്കാൻ തയ്യാറാവുക. തെറ്റുകൾ തിരുത്താൻ സ്നേഹത്തോടെയുള്ള വഴികാട്ടലുകളാണ് വേണ്ടത്, അല്ലാതെ വിചാരണയല്ല. വീട്ടിൽ ലഭിക്കുന്ന സമാധാനമാണ് ഒരു പുരുഷനെ പുറത്തെ കെണികളിൽ നിന്ന് സംരക്ഷിക്കുന്നത്. ആറാമത്തെ കാരണം ലൈംഗികമായ അസംതൃപ്തിയും ശാരീരിക അകൽച്ചയുമാണ്. ദാമ്പത്യത്തിലെ ശാരീരിക ബന്ധം എന്നത് വെറുമൊരു ഉടമ്പടിയല്ല, മറിച്ച് രണ്ട് വ്യക്തികൾക്കിടയിലെ ആഴത്തിലുള്ള വൈകാരിക വിനിമയമാണ്. ജോലി തിരക്കുകൾ, കുട്ടികളുടെ കാര്യങ്ങൾ എന്നിവയ്ക്കിടയിൽ ശാരീരിക ബന്ധം ഒരു യാന്ത്രികമായ കടമയായി മാറുമ്പോൾ അവിടെ വിരസത കടന്നുകൂടുന്നു. തൻ്റെ ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങൾ പങ്കാളിയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന തോന്നൽ പുരുഷനെ മറ്റൊരിടം തേടാൻ പ്രേരിപ്പിച്ചേക്കാം. ലൈംഗികതയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഒരു വിലക്കുള്ള കാര്യമാണ്. എന്നാൽ പങ്കാളികൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും പരസ്പര താല്പര്യങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ അവിടെ വിശ്വാസവഞ്ചനയ്ക്ക് സ്ഥാനമില്ലാതാകുന്നു. ഇതൊരു കടമയായി കാണാതെ പങ്കാളിയോടുള്ള സ്നേഹപ്രകടനമായി കാണാൻ ശ്രമിക്കുക. പരസ്പരം സന്തോഷിക്കാനുള്ള മനസ്സ് ദമ്പതികൾക്കിടയിൽ ഉണ്ടെങ്കിൽ പുറത്തെ പ്രലോഭനങ്ങൾ അപ്രസക്തമായി മാറും. ഏഴാമത്തെ മനഃശാസ്ത്രപരമായ കാരണം ബാല്യകാലാനുഭവങ്ങളും അറ്റാച്ച്മെന്റ് സ്റ്റൈലുകളുമാണ്. ചിലരുടെ പെരുമാറ്റ ദൂഷ്യങ്ങൾ അവരുടെ വളർച്ചാ സാഹചര്യങ്ങളുമായും മാനസികമായ ഘടനയുമായും ബന്ധപ്പെട്ടിരിക്കും. കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്ന് മതിയായ സ്നേഹവും സുരക്ഷിതത്വവും ലഭിക്കാത്തവർക്ക് മുതിരുമ്പോൾ ഒരു വ്യക്തിയിൽ മാത്രം ഉറച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും. അവർ നിരന്തരം പുതിയ സ്നേഹസ്രോതസ്സുകൾ തേടിക്കൊണ്ടിരിക്കും. ഇത് പലപ്പോഴും ബോധപൂർവം ചെയ്യുന്നതല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ ശൂന്യത നികത്താനുള്ള ഒരു അബോധപൂർവമായ ശ്രമമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പങ്കാളിയെ വെറുക്കുന്നതിനു പകരം ഇതൊരു മാനസികാരോഗ്യ പ്രശ്നമായി കണ്ട് ഒരു പ്രൊഫഷണൽ കൗൺസിലറുടെ സഹായം തേടാൻ മടിക്കരുത്. ശാസ്ത്രീയമായ ഇടപെടലുകളിലൂടെയും സ്നേഹത്തിലൂടെയും ഇത്തരം സ്വഭാവ വൈകല്യങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും. പങ്കാളിയുടെ പോരായ്മകളിൽ കൂടെ നിൽക്കുകയും
അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സ്നേഹം. എട്ടാമത്തെ കാരണം സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗവും ഡിജിറ്റൽ ലോകത്തെ കെണികളുമാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ബന്ധങ്ങൾ എന്നത് ഒരു വിരൽത്തുമ്പ് ദൂരം മാത്രമേയുള്ളൂ. സോഷ്യൽ മീഡിയയിലൂടെ പഴയ സുഹൃത്തുക്കളെയോ അപരിചിതരെയോ കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണ്. ഒരു ലൈക്കിൽ നിന്നോ കമന്റിൽ നിന്നോ തുടങ്ങുന്ന ലളിതമായ സംസാരം പിന്നീട് ഗൗരവമായ വൈകാരിക ബന്ധങ്ങളിലേക്ക് നീങ്ങുന്നത് പലരും തിരിച്ചറിയുന്നില്ല. ദാമ്പത്യത്തിലെ ചെറിയ പിണക്കങ്ങളുടെ സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന താൽക്കാലിക ആശ്വാസം പലപ്പോഴും വലിയ ചതിക്കുഴികളിലേക്കുള്ള വാതിലുകളാണ്. ഇവിടെ ഡിജിറ്റൽ ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. ഫോണിനേക്കാൾ പ്രാധാന്യം അരികിലിരിക്കുന്ന പങ്കാളിക്ക് നൽകാൻ ശീലിക്കുക. വീട്ടിലെത്തിയാൽ മൊബൈൽ ഫോൺ മാറ്റിവെക്കാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും ശ്രദ്ധിക്കണം. സാങ്കേതിക വിദ്യ ബന്ധങ്ങളെ ദൃഢമാക്കാനാവണം ഉപയോഗിക്കേണ്ടത്, അല്ലാതെ തകർക്കാനല്ല. ഒൻപതാമത്തെ കാരണം ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. കുടുംബം എന്നാൽ വലിയ ഉത്തരവാദിത്തങ്ങളുടെ ലോകമാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ, കുട്ടികളുടെ ഭാവി, വീട് പണി എന്നിങ്ങനെയുള്ള വലിയ ഭാരങ്ങൾക്കിടയിൽ ചില പുരുഷന്മാർക്ക് ശ്വാസം മുട്ടുന്നതായി തോന്നാം. ഈ സമ്മർദ്ദങ്ങളിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാൻ അവർ മറ്റൊരു ബന്ധത്തെ ഒരു മറയായി ഉപയോഗിക്കുന്നു. അവിടെ അവർക്ക് ഉത്തരവാദിത്തങ്ങളില്ല, വെറും സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അവർ തെറ്റായി ധരിക്കുന്നു. എന്നാൽ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് അവയെ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. ഇവിടെ ഭാര്യയും ഭർത്താവും ഉത്തരവാദിത്തങ്ങൾ തുല്യമായി പങ്കിടണം. ഒരാൾ മാത്രം എല്ലാം ചുമലിലേറ്റേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ പരസ്പരം സഹായിക്കുക. പ്രതിസന്ധികളെ ഒരുമിച്ച് നേരിടുമ്പോൾ അത് ബന്ധത്തെ കൂടുതൽ ശക്തമാക്കുകയും പുറത്തെ ലോകത്തേക്ക് പോകാനുള്ള ചിന്തകളെ ഇല്ലാതാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 9 കാരണങ്ങളും ആരെയും ന്യായീകരിക്കാനോ കുറ്റപ്പെടുത്താനോ ഉള്ളതല്ല. മറിച്ച് മനോഹരമായൊരു ദാമ്പത്യത്തിലേക്കുള്ള വിള്ളലുകൾ വീഴുന്നത് എവിടെ നിന്നാണ് എന്ന് തിരിച്ചറിയാനാണ്. ഒരു ബന്ധം തകർക്കാൻ ഒരു നിമിഷത്തെ ബുദ്ധിശൂന്യത മതി. എന്നാൽ അത് പടുത്തുയർത്താൻ വർഷങ്ങളുടെ ക്ഷമയും വിശ്വസ്തതയും സ്നേഹവും ആവശ്യമാണ്. തിരിച്ചറിവുകളാണ് മാറ്റങ്ങളുടെ തുടക്കം. നിങ്ങളുടെ കുടുംബം എന്ന സ്വർഗത്തെ കാത്തു സൂക്ഷിക്കാൻ പരസ്പരം തുറന്ന് സംസാരിക്കുക, അഭിനന്ദിക്കുക, വിശ്വസിക്കുക. സ്നേഹം നിറഞ്ഞൊരു ലോകം നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് കരുതുന്നു. എല്ലാ സ്നേഹിതർക്കും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.